ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ ഹോസ്പിറ്റലാണ് എന്നൊരു വാർത്ത നമ്മുടെ ചാനലാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷം ഡോക്ടർ റോബിനെ കാണാൻ ഒരു വിശിഷ്ട അതിഥി വന്നു. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്താണല്ലേ, കൂടുതലറിയാൻ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ റോബിനെ കാണാൻ ജാസ്മിൻ വന്നിരിക്കുകയാണ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയ ജാസ്മിൻ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ജാസ്മിൻ ജാഫർ വരുന്നതിന് ബ്രോ എന്തിനാണ് ഇതുപോലെ ഡോക്ടർ റോബിനെ അല്ല, കാര്യമുണ്ട്. ജാസ്മിൻ ജാഫർ അല്ല ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടർക്ക് മൂക്കിന് വളവുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഓപ്പറേഷൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ. അത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വന്നത് ഡോക്ടർ റോബിനെ കാണാൻ ജാസ്മിൻ അല്ല, ജാസ്മിൻ തന്നെ നമ്മുടെ ജാസ്മിൻ ജാഫർ അല്ല, ജാസ്മിൻ മൂസയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സീസൺ 4 കണ്ടസ്റ്റൻസ് ആയിരുന്നു ജാസ്മിനും നമ്മുടെ ഡോക്ടർ റോബിൻ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം പുലർത്തിയ ഒരാളാണ് ജാസ്മിൻ ജാഫർ അല്ല, ജാസ്മിൻ മൂസ. നമുക്കും മാറിപ്പോകും, ഒരേ പേരായതുകൊണ്ട്. ഈ മൂസക്കുട്ടിക്ക് നമ്മുടെ ഡോക്ടർ റോബിനെ കണ്ടെടുത്ത് കാണുകയായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തും കാണാൻ പലത് പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് ഡോക്ടർക്കെതിരെ ഒരുപാട് വീഡിയോകളും ഒക്കെ ജാസ്മിൻ മൂസ ചെയ്തു. പക്ഷേ ഇതൊന്നും അല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്താണോ ജാസ്മിൻ ആവത്ത സമയത്ത് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നത്, ഡോക്ടർ റോബിനെ കാണുകയും അദ്ദേഹത്തിനെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്ര വീഡിയോയിൽ വന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആരാധകരെല്ലാം നല്ല ഹാപ്പിയാണ് ഡോക്ടർ റോബിൻ്റെ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവർ തമ്മിൽ ഭയങ്കര വൈരാഗ്യവും അങ്ങോട്ട് തമ്മിൽ. പക്ഷേ ഡോക്ടർ റോബിൻ ഇതുവരെ ജാസ്മിനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ പോലും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സത്യമാണ്. പക്ഷേ ഡോക്ടർ റോബിന് എങ്ങനെയൊക്കെ താക്കാൻ പറ്റുമോ അതെല്ലാം പണി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. പക്ഷെ അതെല്ലാം മറന്ന് അവരിപ്പോഴും അദ്ദേഹത്തിന് ഒരു ഇത് വന്നപ്പോൾ ആപത്ത് വന്ന സമയത്ത്, ആപത്തല്ല ഒരു രോഗം വന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വന്ന ഒരു മനസ്സ്, ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇവരുടെ വഴക്കൊക്കെ മാറിയല്ലോ, സന്തോഷം അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് എന്തിനാണ് വൈരാഗ്യമൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ജാസ്മിന് ഏറ്റവും കൂടുതൽ വെറുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ റോബിൻ. പക്ഷേ ഇപ്പോൾ ആ വൈരാഗ്യം എല്ലാം മറന്ന് ഡോക്ടർ റോബിനെ കാണാൻ വന്ന് എന്നൊരു വാർത്ത കേട്ടപ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണിത്. എന്തായാലും അവരുടെ സൗഹൃദങ്ങൾ ഇനി ഉണ്ടാകട്ടെ, അവർ എന്നും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. പക്ഷേ ആ കാണിച്ച മനസ്സുണ്ടല്ലോ, ആപത്തെ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആശുപത്രി സമയത്തോ കാണാൻ ഒരാൾ വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ആരതിയും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിന് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് ആരതിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു മാസം വേണ്ടി വരും അദ്ദേഹത്തിനൊന്ന് അത്യാവശ്യം സംസാരിക്കാനും വെളിയിലേക്ക് ഇറങ്ങാനും ഒക്കെ. അപ്പോൾ അത് ഇപ്പോൾ അദ്ദേഹം റെസ്റ്റിലാണ്. എന്തായാലും നമുക്കും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ് ഡോക്ടർ റോബിനെ കാണാൻ ജാസ്മിൻ മൂസ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. നിങ്ങളാരും വീഡിയോ കാണുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ പേര് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അന്ന് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണാൻ കൂടെ വന്ന ആളുകളെല്ലാവരും തിരിച്ച് വീഡിയോ കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബൈ ബൈ.